കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒന്നും ടോപ്പിക്കൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ സിലബസ് എല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. ആൻഡ് വി കൻ സീ ദാറ്റ് ഔട്ട് ഓഫ് ദി 4 പേപ്പേഴ്സ് നമ്മളിപ്പം പറയാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായ പേപ്പർ എന്ന് പറയുമ്പോഴാണെങ്കിൽ എലിമെന്ററി ഇനോർഗാനിക് കെമിസ്ട്രി എന്നാണ് പേപ്പറിന്റെ പേര്. ആൻഡ് യു നോ ഇൻ ഓൾമോസ്റ്റ് ഓൾ പേപ്പേഴ്സ് വി ഹാവ് how many units? 6 units. നിങ്ങൾ ഇതിന്റെ മനസ്സിലായിട്ടുണ്ടാവും. 6 യൂണിറ്റ് ആ പേപ്പർ ഉണ്ടാവും മിക്കവാറും. ഓഫ് എ 9 hours each. ഓരോ ക്ലാസ്സിനും അല്ല ഓരോ ടോപ്പിക്കിനും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിനും ഓരോ യൂണിറ്റിനും നമുക്ക് 9 hours ആണ് അലോട്ട് ചെയ്തിരിക്കുന്നത് സിലബസിൽ. 9 മണിക്കൂറുടെ തിയറിയിലെങ്കിലും 9 hours. 9 into 6 54 hours ആയിരിക്കും എല്ലാത്തിനും. ഒരു പേപ്പറിന് ഒഴികെ അത് ചിലപ്പോൾ കുറച്ച് കൂടുതലുണ്ടാവാം, അതിന് hours കൂടുതലുണ്ടാവും. 54 അല്ലേ, പിന്നെ അടുത്തത് 72 ആയിരിക്കും. 9 into 8 മനസ്സിലായില്ലേ? 9 into 6 വരെ 9 into 8 ആവുന്നില്ല പേപ്പർ. മിക്കവാറും എല്ലാ പേപ്പറും 9 into 6 ആണ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പേപ്പറിലാണ് എനിക്ക് തോന്നുന്നത് 9 into 8 ആണ്, 72 hours ആണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പർ എന്താണ്? എലമെന്ററി ഇനോർഗാനിക് കെമിസ്ട്രി. ഇനോർഗാനിക് കെമിസ്ട്രി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇനോർഗാനിക് ഓർഗാനിക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേപ്പറിൽ 6 യൂണിറ്റുകളുള്ളതെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് 6 യൂണിറ്റുകൾ? ഒന്നാമത്തെ യൂണിറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റ്. അതിൽ ആസിഡ് ബേസ് കോൺസെപ്റ്റുകളും നോൺ അക്വസ് സോൾവെന്റ്സ് ഒക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ മിക്കവാറും കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ കേട്ടതൊക്കെയാണ്. ഈ പറഞ്ഞ വാക്ക് നേരത്തെ കേട്ടതാണ്, നിങ്ങൾ നേരത്തെ പഠിച്ചതാണ് പല കാര്യങ്ങളും. അത് ഇതിന് മാത്രമല്ല, നമ്മൾ സിലബസ് മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുറേ കാര്യങ്ങൾ തിയറിയിലായാലും പ്രാക്ടിക്കലിലായാലും നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ റെപ്പിറ്റേഷനോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലായ കാര്യങ്ങളാണ്. നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ മനസ്സിലുണ്ട്, എത്രത്തോളം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ചിരിക്കും ഇനി അങ്ങോട്ടേ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലുള്ള നമുക്കുള്ള പ്രതിപത്തി. അതായത് നമ്മൾ നന്നായിട്ട് നമ്മൾ നേരത്തെ ടോപ്പിക്സ് നമ്മളെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും. എല്ലാത്തിനും നമ്മളിങ്ങനെ ആലോചിക്കും എന്തായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ലതൊരു കാര്യം പഴയ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ സിലബസ് ഒക്കെ എടുത്തു വയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ചില പഴയ കാര്യങ്ങൾ അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ടാവും, അത് പിന്നെ ഉണ്ടാവില്ല. ചിലത് അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഴയതൊക്കെ വന്ന് റീകളക്ട് ചെയ്യുക, മനസ്സിലല്ല ബുക്ക് എടുത്തിട്ടൊക്കെ വായിച്ചു നോക്കുക. പഴയ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, മനസ്സിലാണോ? മിക്കവാറും ആൾക്കാർക്ക് നോട്ടൊന്നും കാണില്ല, അത് കുഴപ്പമൊന്നുമില്ല. എനിവേ നമ്മുടെ ടോപ്പിക്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് യൂണിറ്റുകൾ സിലബസ് എടുത്ത് ഫസ്റ്റ് യൂണിറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് ആസിഡ് ആൻഡ് ബേസസ്, ദെൻ കംസ് എ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ പീരിയോഡ് ടേബിളിനെ പറ്റി അതിൽ ചില കോമ്പൗണ്ട്സ്, ദെൻ അങ്ങനത്തെ 2 യൂണിറ്റ്. പിന്നെ ഇന്നർ ട്രാൻസിഷൻ ആൻഡ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്, അതായത് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയുള്ള ഒരു യൂണിറ്റ്. അതിനോട് ആ ഭാഗം കഴിഞ്ഞു. പിന്നെ അപ്പം 1, 3, 4 1, 3, 4 റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിന്റെ 2 യൂണിറ്റ് ഉണ്ട്. അതായത് മൂന്നാമത്തെ യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റ് ആസിഡ്സ് ആൻഡ് ബേസസ്, then representative elements 1, representative elements 2, then transition and inner transition elements. അപ്പോൾ 4 യൂണിറ്റ് ആയി. പിന്നെ 2 യൂണിറ്റേ ബാക്കിയുള്ളൂ. ഒന്ന് ന്യൂക്ലിയർ കെമിസ്ട്രി, അവസാനത്തത് നാനോ കെമിസ്ട്രി. അത് നാനോ കെമിസ്ട്രി കുറച്ച് കാര്യങ്ങൾ ഡിഗ്രി കേട്ടുള്ള കുറച്ച് കൂടുതലുണ്ടാവും, ബാക്കിയെല്ലാം പലതും പണ്ട് കേട്ട കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ പഠിക്കാനുള്ള പേപ്പറിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിളാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ മിക്കവാറും പഠിപ്പിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് സമയം വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ള കാര്യം നമ്മൾ പറയും. അങ്ങനെ ഡീറ്റെയിൽഡ് പറയേണ്ട സ്ഥലത്ത് മാത്രം ഡീറ്റെയിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തു. പീരിയോഡ് ടേബിളിനെ പറ്റിയൊക്കെ നിങ്ങൾ വളരെ പീരിയോഡിക് ടേബിൾ എന്നുള്ളത് നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, അതിനെപ്പറ്റി പഠിക്കലല്ല, അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കൽ, അതിൻ്റെ സ്ട്രക്ചർ, അതിലെന്തൊക്കെയുണ്ട്, അതിലെന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ എലമെന്റ്സ് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ കമ്പാരിസൺ അതിൽ നടത്താൻ പറ്റും, എന്തൊക്കെ സിമിലാരിറ്റീസ് എലമെന്റ്സ് തമ്മിലുണ്ട്, എന്തൊക്കെ ഡിഫറൻസസ് ആ ഭാഗം ഈ ഭാഗം തമ്മിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. പീരിയോഡിക് ടേബിൾ, ഗ്രൂപ്പ്, ഇതൊക്കെ നമ്മൾ പണ്ട് 8ാം ക്ലാസ് വരെ പഠിക്കുന്നതാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഗ്രൂപ്പ്, പീരിയഡ്, ഒത്തനുള്ള ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള പീരിയഡ്, പിന്നെ ഡിഫറെൻറ്റ് ബ്ലോക്സ്, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഓർഡർ പറഞ്ഞാൽ എസ്, ഡി, പി, എഫ്. ഏത് പീരിയോഡ് ടേബിൾ കാണുന്ന ഓർഡറിൽ പറഞ്ഞാലേ എസ് ഇങ്ങനെ ലെഫ്റ്റിൽ ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റിൽ 2 കോളം, 2 ഗ്രൂപ്പ് എസ് ബ്ലോക്ക്. പിന്നെ വരുന്ന ഒരു 10 ഗ്രൂപ്പുകൾ ഡി ബ്ലോക്കാണ് അല്ലേ. പിന്നെ വരുന്ന ഒരു 6 ഗ്രൂപ്പുകൾ
പി ബ്ലോക്കാണ്. അതിന്റെ താഴെ ഇതിന്റെ നമ്മളെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. അതിൽ ഓരോ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് അതിന്റെ പേരൊക്കെ ബൈഹാർട്ട് പഠിക്കണമെന്നല്ല, അറിയാണ്ട് നമ്മൾ ബൈഹാർട്ട് ആയിക്കോളും മിക്കവാറും വർക്ക് ചെയ്യുമ്പോൾ. ആൽക്കലി മെറ്റൽസ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ലിത്യം, സോഡിയം, പൊട്ടാസ്യം, റൂബിഡിയം, സീഷ്യം എന്നുള്ളത് നമ്മൾ ആരും ബൈഹാർട്ട് പഠിച്ചിട്ട് വന്നില്ല. കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. ആൽക്കലി മെറ്റൽസ്, തൊട്ടപ്പുറത്തെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, അങ്ങേയറ്റത്തെ പി ബ്ലോക്കിൽ വരുന്ന ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി അല്ലേ, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലോജൻസ് ആൻഡ് നോബിൾ ഗ്യാസസ്. ഓരോ ഫാമിലിയിൽ ഓരോ ഗ്രൂപ്പിലും വരുന്ന എലമെന്റ്സ്. ഇതൊന്നും നമ്മൾ വേറെ പഠിക്കേണ്ട, നമ്മൾ ഓട്ടോമാറ്റിക്കായി വന്നോളൂ. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ എന്നുള്ളത് നമ്മൾ വൈകാട്ട് പഠിക്കില്ല. താഴോട്ടൊക്കെ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം എന്നുള്ളത് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും, വരണം. അതിൻ്റെ ഒക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇതിൻ്റെ ഒക്കെ കമ്പാരിസൺ, അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെ വേരി ചെയ്യുന്നു, സൈസ് എങ്ങനെ വേരി ചെയ്യുന്നു, എന്തുകൊണ്ട് അങ്ങനെ വേരിയേഷൻ വരുന്നു, മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെ വേരി ചെയ്യുന്നു, മെറ്റൽസ് എവിടെ കാണും, നോൺ മെറ്റൽസ് എവിടെ കാണും. എവിടെ കാണുന്ന വെച്ചാൽ പ്രകൃതിയിലല്ല, പീരിയോഡിക് ടേബിളിൽ എവിടെ കാണും, എത്ര മെറ്റൽസ് ഉണ്ട് ഏകദേശം, ശരാശരി എത്ര നോൺ മെറ്റൽസ് ഉണ്ട്, എന്താണ് മെറ്റലോയിഡ് എന്ന് പറഞ്ഞാൽ, എന്താണ് വാലൻസി, ഗ്രൂപ്പ് വാലൻസി എന്ന് പറഞ്ഞാൽ, എന്താണ് ഇനർട്ട് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് തറവായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗ്രൂപ്പിനെ പറ്റിയുള്ള പഠനം, ഞാൻ പറഞ്ഞ ഈ രണ്ട് അടുത്ത ഈ ഫസ്റ്റ് യൂണിറ്റ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. പിന്നെ വരുന്ന മൂന്ന് യൂണിറ്റുകൾ നമ്മൾ പീരിയോഡ് ടേബിളെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ല? എലമെന്റ്സ് കോമ്പൗണ്ട്സ് ഒക്കെ പഠിക്കേണ്ടത് അതിൽ നേരത്തെ കാണുന്നില്ലെങ്കിലും അതിന്റെ പ്രോപ്പർട്ടി ഒക്കെ വരുമ്പോൾ ശരിക്കും നമ്മുടെ പീരിയോഡ് ടേബിൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചറും അതിന്റെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പോലെയുള്ള കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ആ പീരിയോഡ് ടേബിളിനെ പറ്റിയിൽ ഏതെങ്കിലും ഇനോർഗാനിക് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട്, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പല പുസ്തകങ്ങൾ കാണും. ബേസിക് ആയിട്ട് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് 1-2 നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. Either you can purchase it or you can have it from the library. ഒരു ബുക്കെങ്കിലും ഓരോ ബ്രാൻഡിലും നമ്മുടെ കയ്യിൽ മിനിമം ഒരു ബുക്കെങ്കിലും എന്ന് പറയുന്നത് ഒന്നും പോരാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഒരു ബുക്കെങ്കിലും വേണം, കൂടുതലായാലും നല്ലത്. അപ്പോൾ ഏത് ഇനോർഗാനിക് ടെക്സ്റ്റ് എടുത്താലും അതിൽ പറഞ്ഞ പീരിയോഡ് ടേബിളിനെ പറ്റി വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും മിക്കവാറും എല്ലാ ബുക്കിലും. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. വെറുതെ ഇരിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല എന്നാൽ ഞാൻ പറയുകയാണ്, വെറുതെ സമയം ഉണ്ടാക്കിയിട്ടെങ്കിലും അത് വായിച്ച് മനസ്സിലാക്കുക. കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ വെച്ചാൽ പോലെ വായിച്ച് മനസ്സിലാക്കുക. ആ മനസ്സിൽ നമ്മൾ പതിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അധികം സമയം ഇങ്ങനെ വർത്താനം പറഞ്ഞ് കളയണ്ട. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. എന്താണ് ദ കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. നിങ്ങൾ ഡിഗ്രി ക്ലാസ് പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആസിഡ് ബേസസിന്റെ ഡിഫറെന്റ് കോൺസെപ്റ്റ്. ആസിഡ് എന്താണ്, ബേസ് എന്താണ്, അതിന് പല ഡെഫിനേഷനും പല കാലങ്ങളിൽ. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാമെങ്കിലും പുറകോട്ട് പോയാലും പഴയ കാലത്ത് ശാസ്ത്രം മാത്രം ഡെവലപ്പ് ചെയ്യുന്ന കാലത്ത് എന്താണ് ആസിഡിന് വെച്ചാൽ ആകെ എന്ന് മനസ്സിലായി ആസിഡും ബേസും തമ്മിൽ വിരുദ്ധമായ പ്രോപ്പർട്ടിയുള്ള സാധനങ്ങളാണ്. തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട്. രണ്ടും ചില ഓർഗാനിക് കോമ്പൗണ്ട് ഡൈസ്റ്റഫ്സ് കളർ ഉണ്ടാകും. അതിന് റിയാക്ട് ചെയ്യുമ്പോൾ ഡിഫറെന്റ് കളേഴ്സ് നമുക്കറിയാം. ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ, ഓർഗാനിക് ഡൈസ്റ്റഫ്സ് ആണ്. ഇത് റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചേരുമ്പോഴേ ആസിഡ് ഒരു കളർ ഉണ്ടാക്കുന്നു, ബേസ് വേറെ കളർ ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അന്ന് അറിയായിരുന്നുള്ളൂ. 10-20 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അന്ന് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. കെമിസ്ട്രി സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കാലത്താണ്. അപ്പോൾ പല സയന്റിസ്റ്റുകളും പല ഡെഫിനേഷൻ സയൻസ് ആസിഡ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചില കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ടത് പഴയ കാലത്തെ കൺസെപ്റ്റുകളാണ്. അപ്പോൾ വളരെ സിമ്പിളായി തോന്നും. അത് നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ചും എല്ലാവർക്കും ഓർമ്മ പറയുമ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് എന്താണ്, ആസിഡിനെ പറ്റി ഒരു ആധികാരികമായിട്ടുള്ള ഒന്നൊരു കൺസെപ്റ്റ് ആദ്യം ഉണ്ടാക്കിയത് അരീനിയസ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ വാക്ക് കേൾക്കാത്ത കെമിസ്ട്രി സ്റ്റുഡൻസ് ആരുണ്ടാവില്ല. അരീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. അരീനിയസ് ആരാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. അരീനിയസ് വളരെ ഫേമസ് ആയ ഒരാളാണ്. അരീനിയസ് നോബൽ ലോറേറ്റ് ആണ്. കെമിസ്ട്രി നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഈ നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി 1903. ആസിഡ്സ് ആൻഡ് ബേസസിന്റെ കോൺസെപ്റ്റ് ഉണ്ടാക്കിയിരുന്നല്ലോ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വേറെ കാര്യമാണ്. മനസ്സിലായില്ലേ? ആസിഡ് ബേസിനെ പറ്റി കോൺസെപ്റ്റ് ഉണ്ടാക്കിയ അരീനിയസ് ആണെങ്കിലും നോബൽ പ്രൈസ് കിട്ടിയത് ഇലക്ട്രോലൈറ്റിക് ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സിന്റെയും ഡിസോസിയേഷനെ പറ്റി പഠിക്കാനാണ് അദ്ദേഹത്തിന്. എന്താണ് പഴയ കാലത്തായതുകൊണ്ടാണ്, ഇപ്പൊ ഒന്നും കിട്ടൂല. അപ്പൊ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചാലേ മനസ്സിലാവും. കുഴപ്പമില്ല. സോ ഇൻ 1903
1903 എന്ന് പറയുന്നത് എത്രാമത്തെ നോബൽ പ്രൈസാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്? മൂന്നാമത്തെ നോബൽ പ്രൈസ്. 1901 മുതലാണ് നോബൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയത്. നിങ്ങളോട് എത്തണമെന്നില്ല പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി 1901, 1901 ആ കൊല്ലാണ് ആദ്യമായിട്ട് നോബലിനെ പറ്റി നിങ്ങൾ എടുക്കെടുത്ത് റെഫറൻസ് ഒക്കെ വായിച്ചു നോക്കണം കേട്ടോ. രസകരമായ പല കാര്യങ്ങളും നോബൽ പ്രൈസ് കൊടുക്കേണ്ട സാഹചര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പറഞ്ഞ സമയം കളയാനില്ല. 1901 ആദ്യമായിട്ട് കെമിസ്ട്രിയിലും ഹിസ്റ്ററിയൊക്കെ എല്ലാത്തിനും കൊടുത്ത് 1901 തുടങ്ങിയത്. നോബൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയത് 1901. ആദ്യത്തെ കെമിസ്ട്രി നോബൽ പ്രൈസ് കിട്ടിയ ആളെ നമ്മൾ ഓർത്ത് വെച്ചൊക്കെ നമ്മളൊക്കെ പുതുമുത്തച്ഛനാണ്. വാൻ ഹോഫ്. പേര് നിങ്ങൾക്ക് വളരെ പരിചിതമാണ്. വാൻ ഹോഫ് ഫാക്ടർ ഒക്കെ പഠിച്ച വാൻ ഹോഫ് നമ്മുടെ കെമിസ്ട്രിക്കാരും ഹിസ്റ്ററൊക്കെ പഠിക്കുന്ന ഒരു പേരാണ് വാൻ ഹോഫ്. ഫസ്റ്റ് നോബൽ പ്രൈസ് 1902 കിട്ടിയിരിക്കുന്നത് ഫിഷർ. അത് നിങ്ങൾക്ക് വളരെ പരിചയമാണ്. ഫിഷർ, എമിൽ ഫിഷർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ്, ജർമ്മനാണ്. ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല കേട്ടില്ലേ? ഫിഷർ എസ്റ്ററിഫിക്കേഷൻ ഒക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഫിഷർ. പല ഫിഷർമാരുണ്ട്. അതിൽ ആദ്യത്തെ പഴയ കാലത്തെ ഫിഷറാണ് എമിൽ ഫിഷർ എന്ന് പറയുന്നത്. 1902 ഫോർ ഹി സ്റ്റഡി ഓഫ് പ്യൂരിൻസ് ആൻഡ് ഷുഗേഴ്സിനെ പറ്റി പ്യൂരിൻസിനെ പറ്റിയുള്ള സ്റ്റഡിക്കാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഫിഷറിന് മൂന്നാമത് കിട്ടിയ ആളാണ് നമ്മുടെ അരീനിയസ്. ഇലക്ട്രോളിറ്റിക് ഡിസോസിയേഷൻ ഓഫ് സോൾട്ട് ഇതിനെ പറ്റിയൊക്കെ സ്റ്റഡി നടത്തി ആ സ്റ്റഡിക്ക് കിട്ടിയതാണ് അരീനിയസ്. അങ്ങനെ തുടർച്ചയായി വരുന്നുണ്ട്. ഞങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ അതിൽ കൂടുതലും ഏകദേശം നമ്പറില്ലേ 155 കിട്ടിയ 6-7 ലേഡീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാൽ അത് നിങ്ങളോട് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. എനിവേ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് കാര്യമൊന്നുമില്ല. നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ GK. ഇവിടെ GK നമ്മൾ 2 GK. നമ്മൾ കെമിസ്ട്രിക്കാരെ സംബന്ധിച്ച് 2 GK. കെമിസ്ട്രിയിലുള്ള GK, മറ്റേത് ജനറൽ. കെമിസ്ട്രി തന്നെ കുറേ GK ഉണ്ട്. ജനറൽ നോളജ് ഇൻ കെമിസ്ട്രി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ചേരുന്നതാണ്. മനസ്സിലായില്ലേ? പക്ഷെ അതൊക്കെ ഓർത്ത് വെക്കേണ്ട പോയിന്റാണ്. നമ്മൾ പ്രത്യേക റിയാക്ഷൻ ഓർത്ത് വെക്കുന്ന പോലെ മറ്റു ചില കാര്യങ്ങൾ നമ്മൾ ഒരു ജനറൽ നോളജിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മനസ്സിലായില്ലേ? ഒരു കോമ്പൗണ്ടിന്റെ കെമിക്കലിന് അല്ലെങ്കിൽ ഒരു എന്താണ് ഫ്രൂട്ടിലോ അല്ലെങ്കിൽ വെജിറ്റബിളിലോ ഉള്ള ഒരു വൈറ്റമിൻ, ആ വൈറ്റമിൻ എന്താണ് അതൊക്കെ GK വരുന്നതാണ്. കാരണം എന്താണ് ആ GK മറ്റുള്ളവർക്കും എന്താണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ C എന്ന് പറയുന്നത് നിങ്ങൾ കെമിസ്ട്രിക്കാർക്ക് മാത്രമല്ല, നമ്മുടെ കെമിസ്ട്രിക്കാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രധാനപ്പെട്ടാണ്. അതുപോലെ കുറേ കാര്യങ്ങൾ കെമിസ്ട്രി GK ഉണ്ട്. പിന്നെ കെമിസ്ട്രിക്കാർക്ക് മാത്രം വേണ്ട കുറേ കെമിസ്ട്രി GK ഉണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ കൂട്ടത്തിൽ പെട്ടാണ്. എനിവേ ഞാൻ ഇവിടെ തിരിച്ചു വരികയാണ്. നമ്മുടെ അരീനിയസ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം എന്തായിരുന്നു? അരീനിയസ് കോൺസെപ്റ്റ് ആസിഡ്സ് ആൻഡ് ബേസസിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് അരീനിയസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരീനിയസ് കോൺസെപ്റ്റ് അരീനിയസ് he defined acid as a substance which dissolves in water and which goes ionization. Ionization പറ്റി പഠിച്ചാണല്ലോ നേരത്തെ പറഞ്ഞു. Electron ionization in water to produce H plus ions. Any substance which ionize in water to produce H plus ions is an acid, and any substance which on ionization in water produces the hydroxide. This is hydrogen ion. This is base. വളരെ സിമ്പിൾ ഡെഫിനിഷൻ ആണ് അരീനിയസിന്റെ. Acids are substances which dissolve in water undergo ionization to produce H plus ions, and bases are those substances which dissolve in water undergo ionization producing OH minus ions. Of course, so അങ്ങനെ സത്യമാണ്. പക്ഷേ സത്യമാണ് എന്നാൽ എന്താണ് പൂർണ്ണമായ സത്യമല്ല. നമുക്കറിയാം ഇത് വെള്ളത്തിൽ ലയിക്കാത്ത ആസിഡുകളുണ്ട്, H plus ions ഇല്ലാത്ത ആസിഡ്, OH minus ഇല്ലാത്ത ബേസ് ഉണ്ട് എന്നൊക്കെ അറിയാം. പക്ഷെ അന്നത്തെ കാലത്ത് അത് വലിയ കാര്യമായിരുന്നു. ഒരു ഡെഫിനിഷൻ ആസിഡ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ അത് അയണൈസ് ചെയ്ത് എന്താണ് വെള്ളത്തിൽ ലയിച്ചാൽ പോരാ, വെള്ളത്തിൽ അയണൈസ് ചെയ്ത് H plus. അപ്പോൾ H plus എടുത്ത് വരുന്നു any hydrogen containing substance which ionize in water to produce H plus ions. അതാണ് ഹൈഡ്രജൻ. ആ മോളിക്യൂള് അത് അതിലുണ്ടായിരിക്കണം. ആ മോളിക്യൂള് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് അയണൈസ് ചെയ്യുമ്പോൾ H plus ion പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ആസിഡ് ആണ്. any hydroxyl containing substance which ionize in water to produce OH minus ion is a base. ഇത് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് was in the year 1884. 1884 അരീനിയസ് കോൺസെപ്റ്റ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. An acid is any hydrogen containing substance which ionize in water to produce H plus ions, and a base is any hydroxyl containing substance which ionize in water to produce OH minus ions. It's very simple. ഇത് കാര്യമായിട്ട് എന്തോ വലിയ ആൾക്കാരും പറയുമ്പോൾ പറയാനൊന്നുമില്ല. It's so simple. അതാണ് എന്നോട് പറഞ്ഞത്. മനസ്സിലായില്ലേ?
So we can see that any substance HCl, when dissolved in water undergoes ionization to form H plus and Cl minus. Isn't it? So HCl is an acid, acetic acid, CH3COOH. Also dissolves in water and iodized to give H plus ions plus CH3COO minus ions. ഈ അയോണിനെ പറ്റി എന്തെങ്കിലും പറയാം. ബാക്കിയുള്ള ഹൈഡ്രജൻ പോയ ബാക്കിയുള്ള അയോൺ ഉണ്ടാകും. കാരണം നമുക്കറിയാം ഒരു ന്യൂട്രൽ മോളിക്യൂൾ H പ്ലസ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഒരു മൈനസ് അയോൺ ആയിരിക്കും. അത് Cl മൈനസ് ആയാലും അസറ്റേറ്റ് അയോൺ ആയാലും നൈട്രേറ്റ് അയോൺ ആയാലും ബൈസൾഫേറ്റ് അയോൺ ആയാലും എനി അയോൺ ദാറ്റ് ഈസ് ആൻ അയോൺ. അതിനെപ്പറ്റി പറയുന്നില്ല. എന്താണ് എ ഹൈഡ്രജൻ കണ്ടെയ്നിങ് സബ്സ്റ്റൻസ് മോളിക്യൂൾ വിച്ച് അയണൈസ് ഇൻ വാട്ടർ. യെസ്. അപ്പോൾ അതേപോലെ തന്നെ ബേസ് ആണല്ലോ യെസ് KOH or NaOH. It dissolves in water, undergoes ionization to produce again a OH minus ion. Any hydroxyl containing molecule, KOH, NaOH, COH twice, whatever it may be. Hydroxyl group ഉണ്ടായ മാത്രം പോരാ. എത്രയുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ എന്താണ് that will not ionize in water produce OH minus ion. ഇത് മനസ്സിലല്ലേ? അതുപോലെ മീഥൈൽ CH4 അതിൽ ഇഷ്ടംപോലെ ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ എന്താണ് that will not ionize in water to produce a H plus ions. So CH4 is ഈ പറഞ്ഞ അരീനിയസ് കോൺസെപ്റ്റ് അനുസരിച്ച് ഇതൊരിക്കലും ഒരു ആസിഡ് അല്ല. ഇത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എത്തനോൾ ഒരിക്കലും ഒരു ബേസും അല്ല. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? എനി ഹൈഡ്രജൻ കണ്ടെയ്നിങ് മോളിക്യൂൾ വിച്ച് പ്രൊഡ്യൂസ് H plus ions on ionization in water is an acid. Any hydroxyl containing molecule which produces OH minus ions on ionization in water is a base. Okay, അതാണ് അരീനിയസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അതനുസരിച്ച് HCl ഒരു ആസിഡാണ്, NaOH അല്ലെങ്കിൽ KOH അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡോ ഒക്കെ ബേസ് ആണ്. വെള്ളത്തിൽ ലയിക്കുന്ന ഹൈഡ്രോക്സൈഡ് ആയിരിക്കും, എന്നാൽ മാത്രമേ അയണൈസ് ചെയ്യൂ. മനസ്സിലായില്ലേ? Baric hydroxide എന്ന് പറഞ്ഞാൽ that will not undergo ionization in water. That is not a base as per Arrhenius. വെള്ളത്തിൽ ലയിച്ച് അയോൺസ് ഉണ്ടാക്കണം. OH minus ions ഉണ്ടാക്കിയാൽ മാത്രമേ അത് എന്താന്നുള്ളൂ ബേസ് ആവുന്നുള്ളൂ. അതുപോലെ വെള്ളത്തിൽ ലയിച്ചാൽ മാത്രമേ അയണൈസ് ചെയ്യൂ. അയണൈസ് ചെയ്യുമ്പോൾ H plus ions പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ അത് ബേസ് ആസിഡ് ആവുന്നുള്ളൂ as per Arrhenius concept. And a neutralization reaction again, yes, you can see that there is simple reaction between the H plus and OH minus to produce water. അത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ KOH HCl റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്കറിയാം KCl വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ നിങ്ങളോട് പറഞ്ഞ PG-കാരോട് പറയേണ്ട കാര്യമൊന്നുമല്ല. അത്രയും ഞാൻ പറഞ്ഞ സിമ്പിളായ കാര്യമാണ്. എനിവേ അന്നത്തെ കാലത്തൊരു വലിയ കാര്യമായിരുന്നു. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? Arrhenius concept which was proposed in the year 1884. വളരെ 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 പഴയ കാലമാണ്. 1884 എത്ര കൊല്ലായി? ഒരുപാട് കൊല്ലായി. 100 കൊല്ലമല്ല, 136 കൊല്ലായി. ഇത്രയും പഴയതാണ്. മനസ്സിലായില്ലേ? എനിവേ അതാണ് Arrhenius concept എന്ന് പറഞ്ഞത്. ഈ Arrhenius conceptന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വളരെ അതുവരെ ഇല്ലാത്ത ഒരു സാധനമാണ്. കാരണം ഇതുവരെ കൃത്യമായിട്ട് ഡെഫിനിറ്റ് ആയിട്ട് ആസിഡിന് ഒരു ഡെഫിനിഷൻ ആരും കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഫസ്റ്റിലുള്ള കാര്യമായ ഒരു അച്ചീവ്മെന്റ് പോലെ അന്നത്തെ കാലത്ത് മനസ്സിലായി. മാത്രമല്ല അതുകൊണ്ട് ഒരു ഗുണമുള്ളത് ഇറ്റ് വാസ് നോട്ടഡ് ദാറ്റ് മുമ്പേ തന്നെ മനസ്സിലായ ഒരു കാര്യം the molar heat of a neutralization of a strong acid and strong base is a constant. നമുക്കറിയുന്ന കാര്യം molar heat of neutralization of a strong acid or a strong base is a constant. എന്ന് പറഞ്ഞാൽ molar heat of neutralization of a strong acid with a strong base എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? When a solution which has 1 mole of HCl react with 1 mole of NaOH in dilute solution. Of course രണ്ട് dilute solutionലെ 1 mole HCl 1 mole NaOH റിയാക്ട് ചെയ്താൽ എന്തുണ്ടാകുന്നത്? നമുക്കറിയാം വാട്ടറും സോഡിയം ക്ലോറൈഡും ഉണ്ടാവുക. molar heat of neutralization, yes, it is an exothermic reaction and yes, delta H is equal to minus something. That is a exothermic reaction, minus 57 kilojoules per mole. അത് 1 mole HCl പകരം 1 mole say HNO3 ആയാലും ഇങ്ങനെ റിയാക്ട് ചെയ്താലും അതല്ല 1 mole ഓഫ് HCl പ്ലസ് 1 mole ഓഫ് KOH റിയാക്ട് ചെയ്താലും ഒക്കെ ഉണ്ടാവുന്നത് ഇതേ വാല്യൂ ആണ്. യാതൊരു വ്യത്യാസവുമില്ല. That's a constant. The molar heat of neutralization of a strong acid or a strong base
അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, that is enthalpy change following the complete neutralization of a 1 mole of acid in a dilute solution. ഒരു dilute solution 1 mole of acid നെ ഒരു സ്ട്രോങ് ബേസ് ഉപയോഗിച്ചിട്ട് ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എന്തൽപി ചേഞ്ചിനാണ് നമ്മൾ പറയുന്നത് മോളാർ ഹീറ്റ് ഓഫ് എന്തൽപി ഓഫ് എ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ അത് നൈട്രിക് ആസിഡ് ആയാലും സൾഫ്യൂരിക് ആസിഡ് ആയാലും അല്ലെങ്കിൽ HCl ആയാലും അതിന്റെ വാല്യൂയിൽ വ്യത്യാസമില്ല. അത് NaOH ആയാലും KOH ആയാലും അതിന്റെ ഒരേ വാല്യൂ ആണ് കിട്ടുന്നത്. അത് എന്തായിരുന്നു അതുവരെ മനസ്സിലായി. പക്ഷെ ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ സ്ട്രോങ് ആസിഡ് HClോ HNO3 സ്ട്രോങ് ബേസ് ആയ NaOH KOH ന്യൂട്രലൈസേഷൻ നടക്കുന്ന റിയാക്ഷൻ ഒന്ന് തന്നെയാണ്. യാതൊരു വ്യത്യാസം എന്താണ്? ദാറ്റ് ഈസ് സിംപ്ലി ദ റിയാക്ഷൻ ബിറ്റ്വീൻ H+ ആൻഡ് OH- ടു പ്രൊഡ്യൂസ് water. ഈ റിയാക്ഷൻ നടക്കുന്നത് പറയുന്നില്ല. Actually when 1 mole of HCl react with 1 mole of NaOH, the neutralization reaction is actually 1 mole of H+ reacting with 1 mole of OH. ഇപ്പൊ നമുക്ക് അറിയുന്നത് വളരെ ക്ലിയർ ആണ്. 1 mole of OH- producing 1 mole of water. ഒരു മോൾ ഓഫ് വാട്ടർ അതിന്റെ കോൺസ്റ്റന്റ് ആൻസർ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന എൻതാൽപി ചേഞ്ച് ആണ് അത് ഇത് നെഗറ്റീവ് ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് എ എക്സോതെർമിക് പ്രോസസ്. അത് NaOH കേവലത്തിൽ എന്ത് വ്യത്യാസം ഉള്ളത്? ബോത്ത് ആർ അയണൈസ്ഡ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. HCl and HNO3 ആയാലും both ionized completely in water. മനസ്സിലായില്ലേ? So what happens? Yes, the reaction is simply the reaction between ഈ റിയാക്ഷൻ ആയാലും റിയാക്ഷൻ ഒന്നേ ഉള്ളൂ. എന്താണ്? H+OH. മറ്റു ബാക്കി എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഒന്നും ഇല്ല യഥാർത്ഥത്തിൽ. എന്താണ്? HCl അയണൈസ് ശ്രദ്ധിക്കുക completely to HNCl minus. NaOH ionized completely to Na and Na+ and OH minus. അപ്പോൾ സൊല്യൂഷനിൽ എന്താണ് ശരിക്കും? H+ അയോൺസും Cl- അയോൺസ് ഈ ഭാഗത്തുണ്ട്. മറ്റേ ഭാഗത്ത് എന്താ ഉള്ളത്? Na+ അയോൺസും OH- അയോൺസും ഈ ഭാഗത്തുണ്ട്. രണ്ടും കൂടി ചേർന്നാൽ എന്താ ഉണ്ടാവുന്നത്? ചേർന്നാൽ സൊല്യൂഷനില് H-ഉം OH ഉണ്ടാവില്ല. അത് കംപ്ലീറ്റ് ചേർന്ന വാട്ടർ ആയി. Na-യും Cl-ഉം നേരത്തെ ഉണ്ട്, ഇപ്പോഴുണ്ട്. See, in NaOH solution we have sodium plus ions in a solvated form. മനസ്സിലാവുന്നുണ്ടല്ലോ. And in the aqueous solution of HCl we have Cl- in the solvated form. In aqueous solution of NaCl, that is the resultant solution after the reaction is complete, again contains the same chloride and the same sodium. But before the reaction there was H+ ions and here there was OH- ions, and after the reaction there is no or there are no H+ and OH- ions. അപ്പോൾ നെറ്റ് റിയാക്ഷൻ എന്താണ്? ഇതും ചേർന്ന് വാട്ടർ ആയി എന്നുള്ള മാത്രമേ ഉള്ളൂ. NaCl പുതുതായിട്ട് ഉണ്ടാകുന്നത് നേരത്തെ Cl ഒരു വശമുണ്ട്, Na വേറെ ഉണ്ട്. വെള്ളത്തിലും അത് തന്നെ ഉണ്ടാവുക, Na-യും Cl തന്നെ ഉണ്ടാവുക. തമ്മിൽ യാതൊരു ബന്ധവും അപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല. സിംപ്ലി freely moving ions in the solution. A dilute solution of sodium HCl of course contains large number of chloride ions. A dilute solution of NaOH always contains OH- ions, and a dilute solution of NaCl contains Cl- ions and Na+ ions, which was there. യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ മൊത്തം റിയാക്ഷൻ എന്താണ്? നേരത്തെ ഇതിൽ H+, ഇതിൽ OH- രണ്ടും കൂടി ചേർന്ന വാട്ടറായി. അതിപ്പോ HCl ആയാലും HNO3 വ്യത്യാസം ഇവിടെ NO3 ഉണ്ടാവും. അപ്പോഴും സോഡിയം നൈട്രേറ്റ് ഉണ്ടാവും. നേരത്തെ നൈട്രേറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ നൈട്രേറ്റ് ഉണ്ട്. യാതൊരു വ്യത്യാസമില്ല. HCl-ഉം KOH ആയാലും വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ അരിനസിന്റെ ഡെഫിനിഷൻ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ H+ OH- തമ്മിലുള്ള റിയാക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ബാക്കി തമ്മിൽ നമ്മൾ എഴുതുമ്പോൾ NaOH + HCl giving NaCl + H2. Na-യും Cl-ഉം ചേർന്ന് NaCl ഉണ്ടാവുന്നൊന്നുമില്ല. NaCl Na+ അയോൺ സൊല്യൂഷനിലുണ്ട്. റിയാക്ഷൻ നടക്കുന്ന ആ സൊല്യൂഷൻ Na+ അയോൺസ് ഉണ്ട്. അത് ക്ലോറൈഡ് തമ്മിൽ നേരത്തെ ഒന്നിച്ച് സൊല്യൂഷൻ ഉണ്ടായി എന്നല്ലാണ്ട് രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല. ബിക്കോസ് സോഡിയം ക്ലോറൈഡ് is freely soluble. നേരെ മറിച്ച് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിരുന്നെങ്കിൽ സോഡിയം ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ സംഗതി കുഴപ്പമായി. അന്നേരം എന്താണ്? NaCl Na++ Cl- NaCl ആകുമ്പോൾ റിയാക്ഷൻ വരും. അങ്ങനെ വരാത്ത എന്താണ്? freely moving in the solution. They are free ions and they are there before and after the reaction. പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയ കോൺസെപ്റ്റ് ആണ് അരീനസ് കോൺസെപ്റ്റ്. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്തൊക്കെ ഡ്രോബാക്ക് ഉണ്ട് എന്തൊക്കെയാണല്ല പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്താണ്? ഒന്നാമത്തെ കാര്യം, by the definition of Arrhenius you can see that acid is defined only in an aqueous വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രജൻ അയോൺസ് ഉണ്ടാകുന്നതാണ് H+ അയോൺസ്. മോളിക്യൂളിൽ ഹൈഡ്രജൻ കണ്ടെയ്നിങ് മോളിക്യൂൾ വിച്ച് അയണൈസ് ഇൻ വാട്ടർ ടു പ്രൊഡ്യൂസ് H+ അയോൺസ്. മറ്റേതോ any hydroxyl containing substance which ionize in water to produce OH- ions. അപ്പം വെള്ളം അവിടെ പ്രധാനമാണ്. അക്വസ് മനസ്സിലായില്ലേ?
And acid-base reactions can take place in aqueous solvent, non-aqueous solvent, in the presence of no solvent at all. Solvent ഒന്നും വേണ്ട acid-base reaction നടക്കാൻ. അത് ഇതിന്റെ പ്രധാനപ്പെട്ട ഡ്രോബാക്ക് ആണ്. ഒരുപാട് ഡ്രോബാക്ക് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്, ഒരുപാട് റിയാക്ഷൻ നോൺ-aqueous സോൾവെന്റ്സ് നടക്കുന്നുണ്ട്, non-aqueous സോൾവെന്റ് ഒന്നും ഇല്ലാതെ നടക്കുന്നുണ്ട്. മാത്രമല്ല, there are a lot of acidic compounds which does not have H+ ions. There are a lot of basic compounds which does not have OH- ions. അതൊക്കെ പിന്നെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഡ്രോബാക്ക് ഒക്കെ ഉണ്ടെങ്കിലും ഫസ്റ്റ് കൺസെപ്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ആസിഡ് ഡിഫൈൻ ചെയ്യുന്നത് അലീനിയസ് ആണ്. ഈ കൺസെപ്റ്റ് ആണ് പറഞ്ഞ മനസ്സിലായാലും വളരെ സിമ്പിൾ ആണ്. Hydrogen containing molecule or substance which ionize in water to produce H+ ions. Hydroxyl containing molecule which ionize in water to produce OH- ions. Acid to base. Okay. ഇനി അടുത്തത് ഒരു കാര്യം കൂടി പറയാണ്. നമ്മൾ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ മനസ്സിലാക്കാൻ കേൾക്കാൻ ഒരു പ്രയാസമില്ല. നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നോട്ട് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോട്ടിൽ പോരാ, മനസ്സിലായില്ലേ? കുറച്ചുകൂടി വിശാലം ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തിട്ട് ഏത് ഇനോർഗാനിക് ഞാൻ പറയും ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈവൻ കുര്യൻ ശർമ്മ നിങ്ങൾ എല്ലാവരും കയ്യിൽ വെക്കാറോ ഇനോർഗാനിക് കെമിസ്ട്രി ബുക്കിൽ. ഈ കുര്യൻ ശർമ്മ എന്ന ബുക്ക് നമ്മൾ ആദ്യമൊക്കെ പണ്ടൊക്കെ കളിയാക്കുന്ന ബുക്കായിരുന്നു, അത്ര നല്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് പുതിയ എഡീഷൻ നല്ല ബുക്കാണ്. നല്ല ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഗഹനമായ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മനസ്സിലാകുന്നുണ്ടോ, അതിൽ നമുക്ക് സിലബസ് അനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ഇനോർഗാനിക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞൊരു ബുക്കാണ്. ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലത്. പഴയ കുര്യൻ ശർമ്മ പോരാ, പുതിയ കുര്യൻ ശർമ്മ കഴിയുന്നതും ലേറ്റസ്റ്റ് എഡീഷൻ അത് ഒരെണ്ണം കൈവശപ്പെടുത്താൻ ശ്രമിക്കുക സ്വന്തമായിട്ട്. ഇപ്പോൾ ബിക്ക് പഠിക്കാനും നിങ്ങൾക്ക് നെറ്റിൽ പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഇനോർഗാനിക് കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കാണ്. അത് മാത്രം പോരാ, പക്ഷെ അത് നല്ലൊരു ബുക്കാണ്. മാക്സിമം കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ആ ബുക്ക് നിങ്ങൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് ഇത്ര മതി, ജസ്റ്റ് തുടങ്ങിയുള്ളൂ. അടുത്ത ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.